ഹായ് ഡോക്ടർ. ഹായ്. നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് അലൈനറെ കുറിച്ച് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്താണ് അലൈനർ? ക്ലിയർ അലൈനർ എന്ന് പറയുന്നത് കസ്റ്റം മെയ്ഡ് ട്രാൻസ്പെറൻറ്റ് ട്രേസ് ആണ്. അത് കുറേ സെറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഓരോ സെറ്റും മാറ്റി മാറ്റി വെച്ചിട്ട് പല്ലിനെ സ്ട്രെയിറ്റൻ ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് തെറാപ്പിയാണ്. എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഈ അലൈനർ ഉണ്ടാക്കുന്നത്? നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ്, തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ. അത് വെച്ചിട്ടാണ് നമ്മൾ അലൈനേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ പല്ലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പോസിബിൾ ആണ്? ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു സെറ്റ് ട്രേ മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. കുറേ സെറ്റ് ട്രേസ് ആണ്. അത് നമ്മൾ പല്ലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ പുതിയ സെറ്റ് ട്രേസ് വെച്ചുകൊണ്ടേയിരിക്കും. അതിന് പുറമെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് പല്ലിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. നമ്മൾ പല്ലടയ്ക്കുന്ന കോമ്പോസിറ്റ് മെറ്റീരിയൽ അത് ആണ് നമ്മൾ ബേസിക്കലി ഈ അലൈനറിൻ്റെ വേണ്ടിയിട്ട് പല്ലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതിലോട്ട് നമ്മൾ പല്ലിൻ്റെ ടൂത്ത് മൂവ്മെൻറ്റ്സ് ലൈക്ക് റൊട്ടേഷൻ, ഇൻട്രൂഷൻ, എക്സ്ട്രൂഷൻ ഇതൊക്കെ നമ്മൾ ടൂത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ അലൈനർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡഡ് എഫക്റ്റ് ആയിട്ട് പല്ലിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. ഈ അലൈനർ ഉപയോഗിക്കുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അലൈനർ എന്ന് പറയുന്നത് ഒരു എസ്തെറ്റിക് ഓപ്ഷനാണ് പേഷ്യൻസിന്. ഇപ്പം മെറ്റാലിക് ബ്രേസസ് യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് കാണുന്നെന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് ഇപ്പോൾ ഒരു ആക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കല്യാണം നടക്കാൻ പോവാണ് പേഷ്യൻറ്റിന്, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ കളർലെസ് ആയിട്ടുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആണ്, എസ്തെറ്റിക് ആണ്. പിന്നെ ഇത് കംഫർട്ടബിൾ ആണ്. നമ്മൾ ഈ ബ്രേസസ് പോലെ മെറ്റാലിക് ബ്രേസസ് പോലെ കുത്തിക്കൊള്ളുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇറ്റ്സ് കംഫർട്ടബിൾ. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഭക്ഷണം വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളിത് അഴിച്ച് വെക്കണം. അതുകൊണ്ട് തന്നെ പിസ്സയോ ബർഗറോ എന്ത് വേണമെങ്കിലും കഴിക്കാം പേഷ്യൻസിന്. ഡോക്ടർ സെക്കൻഡ് അപ്പോയിൻമെൻറ്റിൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റിലാണോ ഈ അലൈനർ ഡെലിവറി ചെയ്യുന്നത്? അതെ. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്, തേർഡ് അപ്പോയിൻമെൻറ്റിൽ എക്സ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഹീലായിട്ട് നമ്മൾ അലൈനേഴ്സ് ഡെലിവറി ചെയ്യും. അലൈനേഴ്സ് ഡെലിവറിയും തൊട്ട് മുന്നേ നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്യും. പിന്നെ IPR എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തൊരു കേസാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഒരു 0.25 to 0.5 mm സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പല്ലിനിടയ്ക്ക് ഷേവ് ചെയ്യും. എന്നിട്ട് ആ ഗ്യാപ്പിലോട്ട് നമ്മൾ പല്ലിനെ മൂവ് ചെയ്യിക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ IPR ചെയ്തിട്ട് നമ്മൾ ഈ അലൈനർ പ്ലേസ് ചെയ്യും എന്ന് ഡെലിവറി. ഇപ്പോൾ നമ്മൾ അലൈനർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? അലൈനർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻ്റ് ഒരു ഗുഡ് കാൻഡിഡേറ്റ് ആണോ അലൈനറിന് വേണ്ടിയിട്ടുള്ളത് എന്ന് അറിയണം. അപ്പം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ബാക്കി ഫോട്ടോഗ്രാഫ്സ് എടുക്കണം, പേഷ്യൻറ്റിൻ്റെ ഫേഷ്യൽ ഫോട്ടോഗ്രാഫ്, പിന്നെ പല്ലിൻ്റെ ഫോട്ടോഗ്രാഫ്, പിന്നെ എക്സ്റേസ് എടുക്കണം എല്ലിൻ്റെ ലെവലൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻട്രാവറൽ സ്കാനിങ് ചെയ്യണം. ഇൻട്രാവറൽ സ്കാനർ ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് സ്കാനിങ്ങും ചെയ്യാൻ പറ്റും. ഇത്രയും ഫസ്റ്റ് അപ്പോയിൻമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ അടുത്ത അപ്പോയിൻമെന്റ് എന്തൊക്കെയാണ് ചെയ്യുക? നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 to 7 ഡേയ്സിൻ്റെ ഉള്ളിലാണ്. അത് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കിട്ടും, എങ്ങനെയാണ് ഈ പല്ലിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് എന്നുള്ളതും, പിന്നെ എത്ര ഡ്യൂറേഷൻ എടുക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ, പിന്നെ എക്സാക്ട് കോസ്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളതും അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പേഷ്യൻസ്. നമ്മൾ എത്ര നേരം ഈ അലൈനർ വെയർ ചെയ്യണം? അലൈനർ വെയർ എന്ന് പറഞ്ഞാൽ ഐഡിയലി ഇറ്റ് ഇസ് 20 to 22 hours a day. ഇത് നമ്മൾ 1 to 2 weeks കൂടുമ്പോൾ ഈ ന്യൂ സെറ്റ് ഓഫ് ട്രേസ് പ്ലേസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് പേഷ്യൻസിലാണ് അലൈനർ യൂസ് ചെയ്യുന്നത്? അതുപോലെ എത്ര ഏജ് വരെയാണ് ഈ അലൈനർ യൂസ് ചെയ്യാനുള്ള പ്രായപരിധി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രായപരിധി എന്ന് പറയുന്നതില്ല. കാരണം പേഷ്യൻറ്റിൻ്റെ എല്ലിൻ്റെ ലെവൽ, അതായത് ബോൺ ലെവൽ, പിന്നെ മോണയുടെ ആരോഗ്യം, ഇതൊക്കെ സഫീഷ്യൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുന്നുണ്ട് ആദ്യം തന്നെ. അതിൽ ഒക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ ഏത് ഏജ് ലിമിറ്റ് വരെയും പേഷ്യൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും അലൈനർ തെറാപ്പി. എത്ര സെറ്റ് ഓഫ് അലൈനേഴ്സ് ആയിരിക്കും ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കേണ്ടത്? അങ്ങനെ സ്പെസിഫൈഡ് സെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റ്. കാരണം മൈനർ കേസസ് ഒക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 15 to 16 ട്രേസ് മാത്രം മതിയാവും. ഇൻ കേസ് അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മേ എക്സ്റ്റെൻഡ് അപ് ടു 50 or 60 അലൈനേഴ്സ്. അതെ. പിന്നെ അതേപോലെ ഇതിപ്പം നോർമൽ നമ്മുടെ ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മന്ത്ലി അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമുക്കിപ്പം കമ്പി ടൈറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതേപോലെ അലൈനേഴ്സിലും അങ്ങനെ വരുന്നുണ്ട്? ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ. കാരണം അബ്രോഡ് പോകുന്ന പേഷ്യൻസ് പൊതുവേ വന്നിട്ട് നമ്മൾ ഈ മൊത്തം സെറ്റ് ഓഫ് ട്രേസ് കൊടുത്ത് വിടുക ചെയ്യുന്നത്. അതാകുമ്പോൾ അവർക്ക് കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് തന്നെ മാറ്റി മാറ്റി ഇടാൻ പറ്റും. ഇപ്പം ഇവിടെ നാട്ടിലുള്ള പേഷ്യൻസിനോടാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 അലൈനേഴ്സ് കഴിയുമ്പോൾ ഒന്ന് വന്ന് കൺസൾട്ട് ചെയ്യാൻ പറയാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേഷ്യൻ്റ് കറക്റ്റായിട്ട് വെക്കുന്നുണ്ടോ, പല്ലിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, പിന്നെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പർ പൊസിഷനിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പേഷ്യന് അലൈനർ കിറ്റ് ആയിട്ടല്ലേ കൊടുക്കുന്നത്? അപ്പോൾ ആ കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അലൈനർ കിറ്റിൽ നമ്മൾ പേഷ്യൻ്റ് മാനുവൽ ഉണ്ട്, ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഓഫ് അലൈനർ വെയർ ഉണ്ട്, പിന്നെ ഇതിൻ്റെ
അലൈനർ സേഫ് ആയിട്ട് വെക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ എടുത്തു വെക്കുന്ന ഈ ബോക്സിലായിരിക്കണം. ഒരു കാരണവശാലും ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കാൻ പാടില്ല, എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇതിൽ ച്യൂയീസ് ഉണ്ട്. ഇത് ച്യൂയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈനർ കറക്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ കടിച്ചിട്ട് വേണം ചെയ്യാൻ. മുകളിലത്തെയും താഴത്തെയും പല്ല് കൂട്ടി കടിക്കരുത്, അലൈനർ പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അലൈനർ റിമൂവൽ ടൂളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അലൈനേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ എല്ലാ സെറ്റ് അലൈനേഴ്സും ഉണ്ട്. ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ടെംപ്ലേറ്റ് ആണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാ അലൈനേഴ്സും ഉണ്ട് വിത്ത് റീറ്റെയിനർ. ഇതൊക്കെയാണ് ഒരു അലൈനർ ട്രേയിൽ ഉണ്ടാവുന്നത്. ഈ ട്രേ ആണ് നമ്മൾ ഈ കിറ്റാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്.